നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാത്തതിൻ്റെ കാരണം അവസാനം എനിക്ക് മനസ്സിലായി. ഞാൻ 2 ഫ്രേസുകൾ ഇവിടെ പറയാം. ആദ്യത്തെ ഫ്രേസ് കളക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് CFL, രണ്ടാമത്തെ ഫ്രേസ് റെക്കോർഡ് ആൻഡ് റിവ്യൂ. ഈ 2 ഫ്രേസും നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങുമായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നും ഞാൻ പറയാം. ഓക്കെ, സോ ദിസ് കളക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്രേസ്. ഇംഗ്ലീഷ് സ്മാർട്ടായി സംസാരിക്കുന്ന, ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുത്തുള്ള ആൾക്കാർ മുഴുവൻ ഈ ഒരു കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പിൽ പെട്ടുപോയവരാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു ചെറിയ കുട്ടികൾ, ഇംഗ്ലീഷ് പറയുന്ന എക്സാമ്പിളല്ല, മലയാളം സംസാരിച്ച എക്സാമ്പിളാണ്. അവർ മലയാളം സംസാരിക്കുന്നത് വളരെ പെട്ടെന്നാണ്. 2 വയസ്സ് 3 വയസ്സിൽ സംസാരം തുടങ്ങും. സോ എങ്ങനെയാണ് അവർ ഇത്ര പെട്ടെന്ന് സംസാരം തുടങ്ങിയത്? സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ. സോ മലയാളം ലാംഗ്വേജ് അത്രയും പെട്ടെന്ന് സംസാരിക്കാൻ കാരണം അവർ കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിൽ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പിൽ പെട്ടു പോകാത്തത് കാരണമായിരിക്കാം. മേ ബി ലെറ്റ്സ് ചെക്ക്, നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടാമത്തത് ഒരു കാറ്റഗറി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കുട്ടികൾ മലയാളം സംസാരിക്കുന്ന എക്സാമ്പിളാണ്. ഇനി ഒരു അഡൾട്ടായിട്ടുള്ള ആളിനെ 10 വയസ്സ് 15 വയസ്സ് 25 വയസ്സ് ഏത് വയസ്സായിക്കോട്ടെ, അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് മദർ ടങ് അല്ല വേറൊരു ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്ന, ഫാസ്റ്റായിട്ട് പഠിക്കുന്ന സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ അവരും ഒരു കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പിൽ പെടുമ്പോഴാണ് പെട്ടെന്ന് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ മൈഗ്രേറ്റ് ചെയ്യാണ്, UK പോകണം, അല്ലെങ്കിൽ US പോകണം. എന്തിനാണ് പോകുന്നത്? ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന ആ എൻവയൺമെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, മലയാളം സംസാരിക്കുന്ന ആരുമില്ല. പലരും മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ തേടി നടന്നിട്ട് ആ ഗ്യാങ്ങിൽ പോയി പെടും, അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗ്യാങ്ങിൽ പെട്ടുപോയ ആൾക്കാർ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവർ കാണാൻ പറ്റും. അവരുടെ ആക്സെൻ്റൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ആക്സെൻറ്റ് പെട്ടെന്നാവും. അതെന്താ കാരണം? ഒന്നാമത്തെ കാരണം ആ കമ്മ്യൂണിറ്റിയിൽ പെട്ടുപോയി. രണ്ടാമത്തത് അവർക്ക് സംസാരിക്കാതെ സർവൈവ് ചെയ്യാൻ കഴിയില്ല, ഒരുപാട് സംസാരിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തും. ആ മിസ്റ്റേക്കുകളെല്ലാം ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പിൽ അയാൾ പെട്ടുപോവാണ്. സംസാരിക്കും, മറ്റുള്ളവർ കേൾക്കും, കറക്റ്റ് ചെയ്യും, പിന്നെ സംസാരിക്കും, മറ്റുള്ളവർ കേൾക്കും, പിന്നെ കറക്റ്റ് ചെയ്യും. അതിൽ ലേണിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കും. സോ ഈ ലൂപ്പിൽ പെട്ടുപോയിട്ടുള്ള ഏതൊരാളും വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.